ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാജ്യത്തെ ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം CMS-O3യുടെ വിക്ഷേപണം ഇന്ന്. കേരളത്തിന്റെ വായനാ സംസ്കാരം നൽകിയ സാമൂഹിക അടിത്തറയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധത്തിനായി +1, +2 വിദ്യാർത്ഥിനികൾക്കുള്ള വാക്സിനേഷൻ നാളെ ആരംഭിക്കും. പദ്ധതി ആദ്യം നടപ്പാക്കുന്നത് കണ്ണൂരിൽ. ഭക്തിസാന്ദ്രമായി പരുമല. നാളെ പെരുന്നാളിനോടനുബന്ധിച്ച് തിരുവല്ല, മാവേലിക്കര, ചെങ്ങന്നൂർ താലൂക്കുകളിൽ പ്രാദേശിക അവധി. ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിദിന ഉത്തരാഖണ്ഡ് സന്ദർശനം ആരംഭിച്ചു. ഹരിദ്വാറിലെ പതഞ്ജലി സർവകലാശാലയുടെ 2ാം ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. ഉത്തരാഖണ്ഡിന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഉത്തരാഖണ്ഡ് നിയമസഭയെ നാളെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. നൈനിറ്റാളിൽ രാജ്ഭവൻ സ്ഥാപിതമായതിന്റെ 125 വർഷത്തെ സ്മരണാർത്ഥം നടക്കുന്ന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. ഉപരാഷ്ട്രപതിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ കേരള സന്ദർശനമാണിത്. നാളെ കൊല്ലം ഫാത്തിമ മാത നാഷണൽ കോളേജ് വജ്രജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ കയർ കയറ്റുമതി ഫെഡറേഷൻ പ്രതിനിധികളുമായും കൊല്ലത്ത് കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കി. കൊല്ലം നഗരത്തിൽ ഗതാഗതത്തിനും പാർക്കിങ്ങിനും പോലീസ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം CMS-O3 ISRO ഇന്ന് വിക്ഷേപിക്കും. വൈകുന്നേരം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നുമാണ് വിക്ഷേപണം. മൾട്ടിബാൻഡ് സൈനിക ആശയവിനിമയ ഉപഗ്രഹമാണ് CMS-O3 അഥവാ GSAT-7R. കേരളത്തിന്റെ വായനാ സംസ്കാരം നൽകിയ സാമൂഹിക അടിത്തറയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുതലുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ വായനയിലൂടെ കേരളത്തിന് സാധിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. PN പണിക്കർ ഫൗണ്ടേഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറിവും കനിവും ഒരുപോലെ കേരളീയ ജീവിതത്തിലിടയേർന്നു. ആ സാമൂഹ്യ അടിത്തറയിൽ കൂടി നിലയുറപ്പിച്ചാണ് നാം ഇപ്പോൾ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയത്. ബൃഹത് പറഞ്ഞതുമായി തട്ടിച്ചു നോക്കിയാൽ പുസ്തകം വായിച്ചതിലൂടെ ഉണ്ടായി വന്ന വിവേകം കൂടിയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പോലെയുള്ള നേട്ടങ്ങൾക്ക് കരുത്തായതെന്ന് കരുതേണ്ടി വരും. കേരളത്തിലെ +1, +2 വിദ്യാർത്ഥിനികൾക്കായുള്ള HPV വാക്സിനേഷൻ പദ്ധതി നാളെ ആരംഭിക്കും. ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിലാണ് ആദ്യം പദ്ധതി നടപ്പിലാക്കുന്നത്. കണ്ണൂർ കൂത്തുപറമ്പ് താലൂക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും മുഖ്യമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലയിലെ നെല്ല് സംഭരണം ആരംഭിച്ചു. ഇന്നലെ ഭക്ഷ്യമന്ത്രിയും കൃഷിമന്ത്രിയുടെയും നേതൃത്വത്തിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ അടിയന്തരമായി നെല്ല് സംഭരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ആലപ്പുഴയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സപ്ലൈകോവുമായി കരാർ ഒപ്പിട്ട കാലടിയിലെ സ്വകാര്യ മില്ല് അധികൃതരോടാണ് അടിയന്തരമായി ആലപ്പുഴയിലെ നെല്ല് സംഭരിക്കാൻ നിർദ്ദേശം നൽകിയത്. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ ഏകദേശം 75 ലോഡ് നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ നെടുമുടി വള്ളോങ്കാട് പാടശേഖരത്തിലെയും പൂന്തുറ പാടശേഖരത്തിലെയും കരുവാറ്റയിലെയും നെല്ല് സംഭരിക്കുവാൻ ആലുവയിലെ സ്വകാര്യ മില്ലുടമയ്ക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷ കേരളയിലെ ഫണ്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുമായുള്ള ചർച്ച പ്രതീക്ഷ നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം 10 നടക്കുന്ന തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര
സർക്കാരിന്റെ GST പരിഷ്കരണം വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതായി വിലയിരുത്തൽ. സ്റ്റേഷനറി വസ്തുക്കളുടെ നികുതി ഗണ്യമായി കുറച്ചിട്ടുണ്ട്. നോട്ട്ബുക്കുകൾ, പെൻസിലുകൾ, ഷാർപ്പനറുകൾ, ഗ്രാഫ് പുസ്തകങ്ങൾ തുടങ്ങിയവയുടെ നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് അവശ്യ പഠന ഉപകരണങ്ങളുടെ വില കുറയ്ക്കും. പരുമല തീർത്ഥാടന വാരാഘോഷ സമാപനവും തീർത്ഥാടക സംഗമവും ഇന്ന് നടക്കും. നാളെയാണ് പെരുന്നാൾ. തിരുവല്ല, മാവേലിക്കര, ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകിയിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് ഉത്തരവ് ബാധകമല്ല. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പരിശുദ്ധ പരുമല തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള തീർത്ഥാടന പദയാത്രാ സംഘങ്ങൾ എത്തിത്തുടങ്ങിയതോടെ ഭക്തിസന്ദ്രമായി പരുമല. ഇന്ന് വൈകിട്ട് 3-ന് നടക്കുന്ന തീർത്ഥാടന വാരാഘോഷ സമാപനവും തീർത്ഥാടക സംഗമവും പരിശുദ്ധ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6-ന് പെരുന്നാൾ സന്ധ്യാ നമസ്കാരവും 8:15-ന് റാസയും നടക്കും. പെരുന്നാൾ ദിനമായ നാളെ പുലർച്ചെ കുർബാനയ്ക്ക് ശേഷം 8:30-ന് മൂന്നിന്മേൽ കുർബാനയും ഉച്ചയ്ക്ക് 2-ന് റാസയും 3-ന് കൊടിയിറക്കും നടക്കും. ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വൈകിട്ട് 3-ന് മുംബൈയിലാണ് മത്സരം. സെമിയിൽ ഓസീസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചായിരുന്നു ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45-ന് ബെല്ലറീവിലാണ് മത്സരം. പരമ്പരയിൽ ഓസീസ് 1-0-ന് മുന്നിലാണ്. അന്തരിച്ച ഒളിമ്പ്യൻ മാനുവൽ ഫ്രെഡറിക്കിന്റെ സംസ്കാരം ഇന്ന് ബംഗളൂരുവിൽ നടക്കും. ഉച്ചയ്ക്ക് ശേഷം ഹുസൂർ റോഡിലെ ഇന്ത്യൻ ക്രിസ്ത്യൻ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ. 1972 യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറാണ് കണ്ണൂർ സ്വദേശിയായ മാനുവൽ ഫ്രെഡറിക്. കേരളത്തിന്റെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവായ മാനുവൽ ഫ്രെഡറിക്കിനെ 2019 രാജ്യം ധ്യാൻചന്ദ് പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. മാനുവൽ ഫ്രെഡറിക്കിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് വൈകുന്നേരം കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചന നടത്തും. സർദാർ അറ്റ് 150 ഏകതാ പദയാത്രയുടെ ഭാഗമായുള്ള പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ പദയാത്ര നാളെ VK ശ്രീകണ്ഠൻ MP പാലക്കാട് കോട്ട മൈതാനത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. നാഷണൽ സർവീസസ് സ്കീമിലെയും നാഷണൽ കേഡറ്റ് കോർപ്സിലെയും വിദ്യാർത്ഥികളും യുവജന ക്ലബ് പ്രതിനിധികളും പദയാത്രയിൽ അണിചേരും. ഇടതുമുന്നണി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വൈകുന്നേരം 4 മണിക്ക് AKG സെന്ററിൽ നടക്കുന്ന യോഗത്തിൽ PM ശ്രീ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. PM ശ്രീ സർക്കാർ ഒപ്പുവച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷമുള്ള ആദ്യ LDF യോഗമാണിത്. പാലക്കാട് ചിറ്റൂരിൽ കാണാതായ ഇരട്ട സഹോദരന്മാരായ കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാമപ്പറമ്പ് സ്വദേശികളായ രാമൻ, ലക്ഷ്മണൻ എന്നിവരെയാണ് വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചിറ്റൂർ ബോയ്സ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ഇന്നലെ വൈകുന്നേരം 7 മണി മുതൽ കുട്ടികളെ കാണാതാവുകയായിരുന്നു. മലപ്പുറം വഴിക്കടവിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ ചാകാൻ കാരണം ആഫ്രിക്കൻ പന്നിപ്പനിയെന്ന് റിപ്പോർട്ട്. ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസിലെ പരിശോധനയാണ് രോഗം സ്ഥിരീകരിച്ചത്. കാട്ടുപന്നികളിലും വളർത്തുപന്നികളിലും അതിവേഗം പടരുമെങ്കിലും മനുഷ്യരിൽ രോഗം ബാധിക്കാറില്ല. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നു. SIR നടപ്പാക്കുന്നതിലെ സംശയ നിവാരണത്തിനും അഭിപ്രായ ശേഖരണത്തിനുമാണ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. വീടുകൾ തോറുമുള്ള വിവരശേഖരണം മറ്റന്നാൾ ആരംഭിക്കും. അടുത്ത വർഷം ഫെബ്രുവരി 7-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് ട്രെയിനികളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ കണ്ണൂരിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിക്കും. 2-4 ബറ്റാലിയനുകളിലെ 479 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. വയനാട് പൊഴുതനയിൽ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. മേപ്പാടി സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥി ആര്യദേവാണ് മുത്താരിക്കുന്ന് ഭാഗത്ത് പുഴയിൽ മരിച്ചത്. നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ കുട്ടിയെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാജ്യത്തെ ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം CMS-O3യുടെ വിക്ഷേപണം ഇന്ന്. കേരളത്തിന്റെ വായനാ സംസ്കാരം നൽകിയ സാമൂഹിക അടിത്തറയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനായി +1+2 വിദ്യാർത്ഥിനികൾക്കുള്ള വാക്സിനേഷൻ നാളെ ആരംഭിക്കും. പദ്ധതി ആദ്യം നടപ്പാക്കുന്നത് കണ്ണൂരിൽ. ഭക്തിസാന്ദ്രമായി പരുമല. നാളെ പെരുന്നാളിനോടനുബന്ധിച്ച് തിരുവല്ല, മാവേലിക്കര, ചെങ്ങന്നൂർ താലൂക്കുകളിൽ പ്രാദേശിക അവധി. ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.